ഹായ് ഹലോ. അപ്പോൾ ഈ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ വാരണാസിയിൽ നിന്ന് ഒട്ടും ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട, അതായത് നമ്മൾ പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു തിരിച്ചു പോകണം. നമ്മൾ ഇത്ര നാൾ ഇവിടെ ഉണ്ടാവുന്നുള്ളതൊന്നും തീരുമാനിച്ചില്ല. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് എങ്ങനെ നാട്ടിലേക്ക് തിരിച്ചെത്താമെന്നുള്ളൊരു വഴിയാണ് ഈ കാണിച്ചു തരുന്നത് കേട്ടോ. അതായത് നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയുന്നതെന്ന് വെച്ചാൽ വാരണാസി ജംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമാണ് അറിയത്തുള്ളൂ. പക്ഷേ വാരണാസിൻ്റെ തൊട്ടടുത്തായിട്ട് വേറൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനാണ് പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇത് വാരണാസി ജംഗ്ഷൻ പോലെ തന്നെ അത്യാവശ്യം നല്ല ക്രൗഡുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. ഇവിടുന്ന് പല ദിക്കിലേക്കും ട്രെയിൻ ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ എങ്ങനെ നാട് പിടിക്കാന്നുള്ളത് നോക്കുമ്പോൾ ഇവിടുന്ന് കേരളത്തിലേക്ക് ട്രെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ പിന്നെയുള്ള ട്രെയിൻ എന്ന് വെച്ചാൽ ബാംഗ്ലൂരേക്കാണ്. ബാംഗ്ലൂരേക്ക് ഒരു ട്രെയിൻ ഉണ്ട്. അപ്പോൾ അതവിടെ പോയി അന്വേഷിച്ചാൽ ആ ട്രെയിനിൻ്റെ സമയത്ത് അവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഈ ട്രെയിൻ ഓൾറെഡി ലേറ്റാണ്. അപ്പോൾ ബാംഗ്ലൂരിലേക്ക് ഇവിടുന്ന് അധികവും ട്രെയിൻ ഉള്ളതുകൊണ്ട് അങ്ങനെ ബാംഗ്ലൂരേക്കുള്ള ട്രെയിൻ കയറി. രാത്രിയായിരുന്നു ആ സമയം. ഇതിപ്പോൾ പകലായി. അപ്പോൾ രാത്രി കയറിയപ്പോൾ നമ്മൾ ഈ AC കമ്പാർട്ട്മെൻറ്റിലെ സൈഡിലില്ലേ, ഡോറിനടുക്കുള്ള സീറ്റില്ല, അവിടെയാണ് നമ്മൾ അത് ജനറലിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് TTRോട് പറഞ്ഞിട്ട് എന്തായാലും ടിക്കറ്റ് ഫുള്ളായതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് മാറ്റി കിട്ടിയിട്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഈ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടാണ് ഈ സ്ലീപ്പറിൽ പോകുന്നത്. ഇത് സ്ലീപ്പറിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. നമുക്ക് അത്യാവശ്യമായതുകൊണ്ട് വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കയറിയതാണ്. അപ്പോൾ കയറിയ സമയത്ത് നമ്മളിപ്പം ഈ AC കമ്പാർട്ട്മെൻറ്റിൽ ബെഡ്ഷീറ്റൊക്കെ കൊടുക്കുന്ന 2 ചെക്കന്മാരുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞ് സംസാരിച്ച് അവന്മാർക്ക് ഒരു കൈമടങ്ങ് പോലെ ചെറിയൊരു പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്ത്, ചെറിയ പൈസ എന്നല്ല, ടിക്കറ്റിൻ്റെ പൈസ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവന്മാരാണ് പറഞ്ഞ ആ ACൻ്റെ അവിടെ ഇരുന്നു എന്ന് പറഞ്ഞു. അവിടെ ഇരുന്നതിൻ്റെ പിറ്റേ ദിവസം ആകുമ്പോൾ സ്ലീപ്പറിൽ ഇവന്മാർ 2 സീറ്റ് കാലുള്ള സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്ലീപ്പറിൽ വെച്ചാൽ അത് വേറെയുള്ള ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ ഇവരോട് പറഞ്ഞിട്ട് എണീപ്പിച്ചിട്ട്, ഈ ഹിന്ദിക്കാരോട് പറഞ്ഞ് എണീപ്പിച്ചിട്ട് നമ്മളവിടെ ഇരുന്നു. 2 സീറ്റ് അങ്ങനെ അവർ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 സീറ്റിൽ ഇരിക്കാനുള്ള ധൈര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം രാത്രി ഉറങ്ങുന്ന സമയത്ത് 2 കമ്പാർട്ട്മെൻറ്റിലാണ്, ഒന്ന് ഇവിടെ പിന്നെ ഒന്ന് വേറെ കമ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ നമ്മൾ രണ്ടും കൂടി ഒരുമിച്ചിട്ട് തന്നെയാണ് ഒരു സീറ്റിൽ ഇരുന്നത്. എന്നിട്ട് അവിടെയാണ് കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തത്. RICയിൽ ഇരിക്കുന്ന പോലെയാണ് വന്നത്. പക്ഷേങ്കിൽ എന്താ വെച്ചാൽ TTR വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായലാണ്. TTR സമ്മതിച്ചില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 2 ദിവസം ഈ ട്രെയിനിൽ കഴിഞ്ഞത് അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. നമ്മൾ ഉച്ചക്ക് 1 മണിക്ക് എത്തേണ്ടത് SMVT ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ രാത്രി 8 മണിക്ക് എത്തി. അതായത് 7 മണിക്കൂർ ട്രെയിൻ ലേറ്റാണ്. അപ്പോൾ ഇനി ഇവിടെ നാട്ടിലേക്ക് പോകണം. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. 2 ദിവസം ശരിക്കും പറഞ്ഞാൽ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല. ഭക്ഷണം എന്ന് വെച്ചാൽ ഒരു ഭക്ഷണം എന്ന് വെച്ചാൽ ഇതാണ് കഴിച്ചത്. എന്താണ് ബന്നും ബിസ്ക്കറ്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതിൻ്റെ സൗണ്ടൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ ഇനി നേരെ പോയിട്ട് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് ബസ് ഇവിടുന്ന് ഇറങ്ങി. ഇവിടെ എത്ര മണിക്ക് എത്തുന്ന അറിയില്ല. ഇപ്പോൾ ബസ് ബുക്ക് ചെയ്യുന്നത് 9:30 കലാശപ്പാളയെന്ന ബസ്സാണ്. അപ്പോൾ ഇവിടുന്ന് എങ്ങനെ കലാശപ്പാള പോകുമ്പോൾ എന്താണെന്ന് അറിയില്ല. അങ്ങനെ പോകാനാണ് നിൽക്കുന്നത്. മനസ്സിലായില്ല. നമ്മൾ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് നമ്മളവിടുന്ന് ബസ്സിനൊന്നും പോകേണ്ട ടൈമോ കാര്യങ്ങളൊന്നും ഇല്ല. ബസ് എവിടെ പോയിട്ട് കിട്ടും എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നേരെ ഓട്ടോ പിടിച്ചു. ഓട്ടോയാണെങ്കിൽ പുറത്തേക്ക് പല ഓട്ടോ പല റേറ്റാണ് പറഞ്ഞത്. അതും ഭാഗ്യം ചെയ്തിട്ട് ഒരു റേറ്റിന് അങ്ങ് എത്തി. അങ്ങനെ നമ്മൾ യാത്രേൻ്റെ അവസാനമായി. അതായത് വാരണാസി യാത്രയുണ്ട്. നമ്മളിപ്പോൾ കലാശപ്പാളയുള്ളൂ. നമ്മൾ എങ്ങനെയും ഓടിപ്പിടിച്ച് ഫുഡൊക്കെ കഴിച്ച് ബസ് 9:30, ഇപ്പോൾ 9:30 ആവാൻ പോകുന്നത് അല്ലേ സുരേഷ് ചേട്ടാ? അങ്ങനെ നമ്മളെ ഈ യാത്രയുടെ ലാസ്റ്റ് ദിവസം നാളെ രാവിലെ നേരം വിളിക്കുമ്പോൾ രണ്ടാൾ 2 സ്ഥലത്തായിരിക്കും. അപ്പോൾ സുരേഷൻ്റെ വീട്ടിലും ഞാൻ എൻ്റെ വീട്ടിലും. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത യാത്ര എന്താണെന്ന് അറിയില്ല. നമ്മൾ ഒരുമിച്ച് അടുത്ത യാത്ര എപ്പോൾ ഉണ്ടാവാന്ന് അറിയില്ല. പോകുമെന്ന് അറിയില്ല, വരുമോയെന്ന് അറിയില്ല. ഞാൻ സുരേഷൻ്റെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കച്ചറിലായിട്ടുണ്ട്. എൻ്റെ സൗണ്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ യാത്രയുടെ ഇതാണ്. അപ്പോൾ ബാക്കി അതിന് പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.